എൻ്റെ എല്ലാ വീഡിയോസിലും ഫസ്റ്റ് വരുന്ന കമൻ്റാണ് കിച്ചൺ ടൂർ ചെയ്യുമോ, ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ. ഇന്ന് ഏതായാലും ഒരു കിച്ചൺ ടൂർ ചെയ്തേക്കാം. ഞങ്ങളുടേത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചണാണ്. നിങ്ങൾ പലരും കമൻസിലൂടെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. സിമ്പിൾ ഒരു ചെറിയ കിച്ചണാണ്. ഇതിലൊരു കിച്ചൺ ടൂറായിട്ട് കാണിക്കാനൊന്നും ഉള്ളൊരു സ്കോപ്പ് ഇല്ലാത്തൊരു കിച്ചണാണ്. മോഡുലർ കിച്ചൻ്റെ ഒരാഡംബരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ കിച്ചനെ ഞാൻ എങ്ങനെയാണ് ടൂറിൽ കാണിക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ കിച്ചൻ്റെ എല്ലാ ഐഡിയാസും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിൻട്രസ്റ്റിൽ നിന്നിട്ടാണ്. സോ ഈ ഒരു കിച്ചനെ ഒരു പിൻട്രസ്റ്റി കിച്ചൻ എന്ന് നമുക്ക് വിളിക്കാം. കിച്ചന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ റെഫറൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട് ഒരു ട്രഡീഷണൽ റിനോവേറ്റഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് കിച്ചനും ഇതിന് സ്യൂട്ടാവില്ല. ഞാനും ഹസ്ബൻഡും പിൻട്രസ്റ്റിൽ എന്താണോ കണ്ടത് അതേ സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് കിച്ചൺ വർക്ക് കഴിഞ്ഞിട്ട് കിട്ടിയത്. കബേർഡ് ചെയ്തേക്കുന്നത് എന്ത് മെറ്റീരിയലാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മറൈൻ പ്ലൈവുഡിലാണ് കബേർഡൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്ലാബ് ചെയ്തേക്കുന്നത് ടൈൽ സ്ലാബാണ്. അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നുണ്ട്. ഗ്യാസ് സ്റ്റവ് ഏതാണ്, മിക്സി ഏതാണ്, ഇതൊക്കെ സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത് എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെയൊക്കെ ലിങ്ക് എന്താണോ ഞാൻ കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ കിച്ചണിലെ ഫ്രിഡ്ജ് ഞങ്ങൾ ഒരു എൻഡിലാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു എൽ ഷേപ്പുള്ള കിച്ചണാണ്. ബാക്ക് സൈഡിലോട്ടുള്ള വാതിലാണ്. ബാക്ക് സൈഡിൽ ഞാൻ അത്യാവശ്യം കുറച്ച് ചെടികളും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിളിവാതിലൂടെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ ആണ് കാണാൻ പറ്റുന്നത്. ഇതൊരു റിനോവേറ്റഡ് ആയിട്ടുള്ള കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ ഉണ്ടായിരുന്നത് അതിൽ ഞങ്ങൾ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഔട്ട്പുട്ട് അതിലോട്ട് കൊടുത്തു എന്നല്ലാതെ എല്ലാ സ്ട്രക്ചേഴ്സും അതുപോലെ കീപ്പ് ചെയ്തിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കിച്ചണിൽ ഒരു ക്രോക്കറി ഷെൽഫ് വേണം എന്നുള്ളത്. പക്ഷേ കിച്ചണിൽ അത്ര സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കിച്ചണിൻ്റെ പുറത്താണ് ഞങ്ങളുടെ ക്രോക്കറി ഷെൽഫ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുപ്പിച്ച ഒരു ക്രോക്കറി ഷെൽഫാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ലിങ്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉറപ്പായിട്ടും എല്ലാ ലിങ്കും ആഡ് ചെയ്യാം. ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു വീടിൻ്റെ ഹൃദയമാണ് ആ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്കിപ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ ആണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ കിച്ചനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങളെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അങ്ങനെ കിച്ചൺ ടൂർ ഒന്നും ചെയ്യാൻ പ്ലാൻ ഇല്ലാതിരുന്ന എന്നെക്കൊണ്ട് ഇങ്ങനൊരു കിച്ചൺ ടൂർ ചെയ്യിപ്പിച്ചത് നിങ്ങളൊക്കെയാണ്. ഹോം ടൂർ ചെയ്യുമെന്ന് കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കൊന്നും നിങ്ങൾ ഹോം ടൂർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എനിക്ക് കുറച്ചധികം ടൈം വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.